ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സുപ്രധാനമായൊരു വിധി കാത്തിരിക്കുകയാണ് രാജ്യം. തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ഭരണഘടനാ സാധ്യതയിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് 10:30 ഹർജികളിന്മേൽ വിധി പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴിയാക്കിയ നിയമ ഭേദഗതിയാണ് സുപ്രീം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായത്. അതായത് ഒരു പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്നത് SBIയിൽ പോയി അവിടെ ചെന്നൊരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അതൊരു പാർട്ടിക്ക് കൊണ്ട് കൊടുത്താൽ പാർട്ടിക്ക് ആ ബാങ്കിൽ ആ ബോണ്ട് തിരികെ സമർപ്പിച്ചാൽ പണം അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് ഇലക്ട്രൽ ഫണ്ടിന്റെ രീതി. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, ഒട്ടേറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ കഴിഞ്ഞ നവംബർ മാസത്തിലടക്കം സുപ്രീം കോടതി ചോദിച്ചിരുന്നു. ഇതിൽ ഭരണഘടനാ സാധുതയുണ്ടാകുമോ ഇലക്ട്രൽ ബോണ്ട് എന്ന കാര്യത്തിൽ ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് 1 മണിക്കൂർ മാത്രമാണെന്ന് മനസ്സിലാവുന്നു. എന്തൊക്കെയായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്? എന്തൊക്കെയാണ് സുപ്രീം കോടതി ഉയർത്തിയ ആശങ്കകൾ? ഇന്ന് വിധി നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വിധി എന്താകും എന്ന കാര്യത്തിൽ വിധി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5 അംഗ ബെഞ്ചാണ് വിധി പറയുന്നത്. ഈ വിധി ഇത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് CPIM ഒപ്പം കോൺഗ്രസ് നേതാവ് ജയ താക്കൂർ അടക്കം 3 പേരാണ് ഹർജിയുമായി കേന്ദ്ര സർക്കാരിന്റെ 2017 നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഇത് കഴിഞ്ഞ നവംബറിലാണ് വിശാലമായ ഒരു ഭരണഘടനാ ബെഞ്ച് കേൾക്കാം എന്ന നിലപാടെടുത്തതും പിന്നീട് ഭരണഘടനാ ബെഞ്ചിന് വിടുന്നതും 3 ദിവസം സമയമെടുത്താണ് വിശദമായ വാദം കേട്ട് ഇതിന്റെ വാദം അവസാനിപ്പിക്കുകയും പിന്നീട് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്യുന്നത്. 2017 നിലവിൽ ഉള്ള ഒരു നിയമത്തെ ഫിനാൻസ് ആക്ട് സാമ്പത്തിക നിയമത്തെ ഒരു ഭേദഗതിയിലൂടെ പുതിയ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു കാര്യം കൂടി ഉൾച്ചേർക്കുന്നു. അതിൽ ഇത് നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് SBI വഴി ആ ബോണ്ടുകൾ നൽകാം. പക്ഷേ ഈ ബോണ്ടുകൾ ആരാണ് നൽകുന്നത് എന്ന കാര്യം രഹസ്യമാക്കി വയ്ക്കുമെന്നതാണ് ഇതിൻ്റെ കാര്യം. പക്ഷേ ആ ബോണ്ടുകൾ നൽകുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകളായി നൽകുമ്പോഴും അതിൻ്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് അറിയാം. പക്ഷേ പ്രതിപക്ഷത്തിനോ മറ്റേതെങ്കിലും പാർട്ടികൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ പൗരന്മാർക്കോ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സുതാര്യതയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തത്, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. 2017 ഫിനാൻസ് ആക്ടിലെ ഈ നിയമ ഭേദഗതി നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഭരണഘടനാ വിരുദ്ധമാകുന്നത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിനെതിരാണ് എന്ന വാദമാണ് ഹർജിക്കാർ ഉയർത്തുകയും ചെയ്തത്. ഒരു കാര്യം കൂടി ശ്യാം, ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സുപ്രീം കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇപ്പോൾ നിലവിലിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന് ചില പോരായ്മകളുണ്ട്, എന്നാൽ പഴയ ക്യാഷ് സിസ്റ്റത്തിലേക്ക് മടങ്ങാനും കഴിയില്ല. മറ്റൊരു മെച്ചപ്പെട്ട രീതി നിങ്ങൾ അവലംബിക്കണം എന്നതാണ് അന്ന് കേന്ദ്രത്തോട് ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനോട് അനുകൂലമായൊരു പ്രതികരണം ഉണ്ടായിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫിനാൻസ് ആക്ടിൽ വരുത്തിയ ഭേദഗതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ സുപ്രീം കോടതി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നിരീക്ഷണങ്ങളിൽ നിന്ന് വ്യക്തമല്ലേ? അങ്ങനെയാണ്. അത് ഒരു ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് അത്തരം വാദങ്ങളും നിരീക്ഷണങ്ങളടക്കം നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് കോടതി തന്നെ ചോദിച്ചു ഇതിൽ ഒരു സുതാര്യത അനിവാര്യമാണ് എന്നൊരു പരാമർശം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം കേന്ദ്ര സർക്കാർ മാത്രം അറിഞ്ഞാൽ പോരാ, തൊട്ടിപ്പുറത്ത് പ്രതിപക്ഷം കൂടി അറിയണം, അല്ലെങ്കിൽ പൊതുജനവും കൂടി അറിയണം ആരാണ് സംഭാവന, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് ആരൊക്കെ എന്നത് ജനങ്ങൾ കൂടി അറിയണം എന്നതാണ് സുപ്രീം കോടതി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ വിധിന്യായത്തിൽ ഏത് രീതിയിൽ വരുന്നു എന്നതാണ് പ്രശ്നം. കാരണം സുപ്രീം കോടതി ഇതിന് ഒരു ഭരണഘടനാ സാധ്യത, ചിലപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഈ രീതിയിൽ തന്നെ തുടർന്നാൽ മതിയാകും എന്ന് തീരുമാനിച്ചാൽ സ്വാഭാവികമായും 2017 ഫിനാൻസ് ആക്ടിന്റെ നിയമ ഭേദഗതിക്ക് ഭരണഘടനാ സാധ്യത കൈവരും. അതല്ല, ഇത് ഒരു നിയമവിരുദ്ധമായ സംഗതിയാണ്, ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി കാണുകയാണെങ്കിൽ സ്വാഭാവികമായും 2017 ഭേദഗതി നിയമം, ഫിനാൻസ് ആക്ടിലെ ഭേദഗതി നിയമം റദ്ദാവുകയും ചെയ്യും. എന്ത് സംഭവിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. 10:30 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഇതിന്മേൽ വിധി പറയുന്നത്. പക്ഷേ 10:30 എന്നത് ചിലപ്പോൾ വീണ്ടും വൈകിയേക്കാം. കാരണം സാധാരണ 10:30 കോടതി നടപടികൾ ഭരണഘടനാ ബെഞ്ച് വിധി പറയുന്ന വേളകളിൽ ഉണ്ടാകാറില്ല. അതൊരു സെറിമണിയൽ സംഗതികളുണ്ട്. അതായത് 10:30 ചില കീഴ്വഴക്കങ്ങളുണ്ട്. കാരണം ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ കൂടിക്കാഴ്ച ഒപ്പം അവരുടെ മീറ്റിംഗ്, ഫോട്ടോ സെഷൻ അടക്കം കഴിഞ്ഞിട്ടാണ് അവർ ഈ വിധി പറയാൻ വേണ്ടി എത്തുക. അതുകൊണ്ട് കൃത്യം 10:30 തന്നെ വിധി പ്രസ്താവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്നാലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ച് രാവിലെ 10:30 എത്തും, വിധി പറയും. വിധി പറയുമ്പോൾ ഇത് എന്ത് വിധിയാകും എന്നറിയാൻ ഇലക്ട്രൽ ബോണ്ടുകൾക്ക് നിയമസാധ്യതയുണ്ടോ, ഭരണഘടനാ സാധ്യതയുണ്ടോ എന്ന കാര്യം
അറിയാൻ നമുക്ക് 10:30 വരെ കാത്തിരിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഒരു സുപ്രധാനമായ കണക്ക് കൂടിയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. BJP മാത്രം ഇലക്ടറൽ ഫണ്ടായി സ്വീകരിച്ചത് 1300 കോടി രൂപയാണ് 2022-23. BJPക്ക് മാത്രം ലഭിച്ചത് 1300 കോടി. അതേസമയം കോൺഗ്രസിന് ലഭിച്ചതാവട്ടെ 276 കോടി രൂപയും. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് ഇലക്ടറൽ ബോണ്ട് വഴി 276 കോടി രൂപ കിട്ടുമ്പോൾ രാജ്യത്തിലെ ഭരണകക്ഷിയായ BJPക്ക് ലഭിക്കുന്നത് 1300 കോടി. അതായത് BJPക്ക് ലഭിച്ചതിൻ്റെ 7 മടങ്ങ് താഴെ മാത്രമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ 7 മടങ്ങ് കൂടുതലാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഫണ്ട് ലഭിച്ചത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത് നിങ്ങൾക്കിതിൽ കണക്കുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് 19 ഒരു വർഷത്തെ കണക്ക് മാത്രമാണ് തങ്ങളുടെ കയ്യിൽ എന്നാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി പ്രസ്താവത്തിനായി കാത്തിരിക്കാം. 10:30 ഭരണഘടനയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ വിധി പറയുക. ഫിനാൻസ് ആക്ടിലെ ഭേദഗതി നിലനിൽക്കുമോ അതല്ല ഇലക്ടറൽ ബോണ്ട് എടുത്ത് കളയുമോ?